നെക്സ്റ്റ് നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ടാഗ് നെയിം ഉപയോഗിച്ച് നമുക്കതിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഡോമിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം എന്ന് പറയുന്ന ഈ മെത്തേഡാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ടാഗ് നെയിം കൊടുക്കും. ഉദാഹരണമായി ഞാനിവിടെ h1 കൊടുത്തു കഴിഞ്ഞാൽ സോ ഞാനിതൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു var a. സോ ഞാൻ കൺസോളിൽ നമ്മുടെ എ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് എ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ഇത് നമുക്കൊരു HTML കളക്ഷൻ ആയിട്ടാണ് ലഭിക്കുക. സോ നമുക്ക് ഒരേ പേരിലുള്ള ഒന്നിൽ കൂടുതൽ ഒരുപാട് ടാഗുകൾ നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും. സോ അവയെല്ലാം ഇതുപോലെ ഒരു ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ നമുക്കിപ്പോൾ ഒരു h1 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 0 എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് നമ്പർ മാത്രമേ ഉള്ളൂ. സോ അതുപോലെ ഞാനിവിടെ നമുക്കുള്ളത് h1 അതുപോലെ p ടാഗ് അതുപോലെ h2 ടാഗ്. ഓക്കെ, നമ്മൾ p ടാഗ് കൊടുക്കുകയാണെങ്കിൽ പാരഗ്രാഫ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML കളക്ഷൻ 2 ലഭിക്കും. സോ നമുക്ക് കാണാൻ കഴിയും ഇവിടെ p എന്ന് പറയുന്ന 2 എലമെൻ്റ് ഉണ്ട് നമുക്ക്. സോ ഇവിടെ നമുക്ക് നോക്കാം പാരഗ്രാഫ് 1 അതുപോലെ പാരഗ്രാഫ് 2 എന്ന് പറയുന്ന 2 എലമെൻ്റ് ഉണ്ട്. ഇതും ഒരു കളക്ഷൻ ആയിട്ടാണ് ലഭിക്കുന്നത്. സോ നമുക്ക് ഇനി ഈ പാരഗ്രാഫ് 1ൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സോ ഞാനിവിടെ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ 0. സോ ഞാനിവിടെ ഡോട്ട് ഇന്നർ HTML എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ ചേഞ്ച്ഡ് പാരഗ്രാഫ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ P1ൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ കണ്ടൻറ്റ് എനിക്ക് ചേഞ്ച് ആയി ലഭിക്കുന്നു. സോ ഇത് രണ്ടാമത്താണ് വേണ്ടതെങ്കിൽ സോ വളരെ ഈസി നമുക്കറിയാം A1 കൊടുത്ത ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തേതിന് ലഭിക്കുന്നു. സോ ഇതുപോലെ രണ്ടാമത്തേതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സോ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് കളറും ഈ കണ്ടൻറ്റും മാത്രം ചേഞ്ച് ചെയ്യുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതുപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സ്റ്റൈൽ ഡോട്ട് കളർ ഞാനിവിടെ റെഡ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ കളർ എനിക്ക് റെഡ് ലഭിക്കുന്നു. 1ൻ്റെതാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഇൻഡെക്സ് നമ്പർ 0 കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു കളർ 1ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ടാഗ് നെയിം ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ടാഗ് നെയിം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു എലമെൻറ്റിൻ്റെ ടാഗ് നെയിം ഉപയോഗിച്ച് നമുക്ക് ആ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്ത് അതിൻ്റെ വാല്യൂസും മറ്റു കാര്യങ്ങളും പ്രോപ്പർട്ടീസും എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്.